ഒരു ജേർണൽ ചെയ്യണമെന്ന മോഹവുമായി ഞാൻ എത്തിപ്പെട്ടത് വിശാലമായി പരന്നു കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമായ നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ്. ജേർണൽ ചെയ്യാൻ ഒരു മണ്ണാങ്കട്ടയും അറിയാത്തതുകൊണ്ട് ഏത് ടൈപ്പ് കിറ്റ് വാങ്ങണം എന്നായിരുന്നു എൻ്റെ ഡൗട്ട്. കടയിലൊക്കെ ഈ പച്ചക്കറിയുടെ കിറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഏതെടുക്കണമെന്ന് ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മാറി. കാരണം ഞാൻ ഈ പ്രകൃതിയും പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് പച്ചിച്ചിരിക്കുന്ന കിറ്റ് തന്നെ ഫിക്സാക്കി അതങ്ങ് വാങ്ങി. ഇതെൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ജേർണൽ ചെയ്യാനുള്ള എൻ്റെ ത്വരയും ആക്രാന്തവും കൂടി വന്നു. ഇത് പൊട്ടിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് അടുത്ത നിമിഷത്തിൽ തന്നെ ജേർണൽ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ നമുക്ക് ഈ ക്യൂട്ട് സാധനങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാൻ തോന്നില്ല. അത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവാണ്. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡ് ഇറക്കുന്ന ഒരു നമ്പറാണ്. പക്ഷേ ആ നമ്പർ വീണു പോകരുത്. അങ്ങനെ ഞാൻ പലവട്ടം വീണു പോയതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എടി മനസ്സേ, ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഇതൊക്കെ പോകൂലേ, പിന്നെ എന്തിനാ ഇതൊക്കെ പൂട്ടി വെച്ചേക്കുന്നത്, അതൊക്കെ അങ്ങ് യൂസ് ചെയ്യുമെന്നെ എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. പിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിൽ ആലോചിച്ചാൽ തന്നെ നമ്മുടെ ലൈഫിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾ മാറൂലേ, ശരിയല്ലേ? ഇനി നിങ്ങളും എന്നെ പോലെ ഈ ക്യൂട്ട് സാധനങ്ങൾ കിട്ടുമ്പോൾ ഇതൊന്നും യൂസ് ചെയ്യാതെ എല്ലാം വെച്ചേക്കുന്ന ആളാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റീവൈൻഡ് അടിച്ച് കേട്ട് മനസ്സിനെ പറഞ്ഞൊന്ന് സെറ്റാക്ക്. ബൈ ദ ബൈ, ഞാൻ എൻ്റെ മോട്ടിവേഷൻ അടുപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിച്ചില്ലല്ലോ, അല്ലേ? ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ #റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഇതൊരു കൂറ പ്രോഡക്റ്റ് ആണെന്നല്ല, ഒരു മികച്ച പ്രോഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം എങ്ങനെ, ഒന്നും നോക്കണ്ട, കണ്ണടച്ചങ്ങ് വാങ്ങിക്കോ. കണ്ണടച്ച എങ്ങനെ വാങ്ങുന്നത്? സോറി, കണ്ണും തുറന്ന് വെച്ച് വാങ്ങിക്കോ. അപ്പോൾ ഓക്കെ, ബൈ.